ആകാശദൂതർ പാടി ആശാനാളങ്ങൾ മിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനെ എതിരേൽക്കാൻ ആകാശദൂതർ പാടി ആശാനാളങ്ങൾ മിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനെ എതിരേൽക്കാൻ വരുവിൻ പ്രിയജനമേ, ആ സ്നേഹവിരുന്നിൻ സമയമിതാ. വരുവിൻ പ്രിയജനമേ, ആ സ്നേഹവിരുന്നിൻ സമയമിതാ. രാജാതിരാജന് സ്വാഗതമേകാം. വരുവിൻ വരുവിൻ വരുവിൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഇന്ന ദിവസം ഈ ആലയത്തിൽ വരുവാനും ആലയത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ഈ ആലയത്തിന് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്ന് ഈ ആലയത്തിലെ എല്ലാ വൈദികരോടും ചേർന്ന് ആ ഒരു വലിയ സന്തോഷത്തിൽ പങ്കുചേരുന്ന ദിവസമാണ്. ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവത്തെ അനുഭവിച്ചറിയാനും ഒക്കെ നമുക്ക് കൃപ ലഭിച്ച ഈ ഒരു അവസരത്തെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് വളരെ പ്രത്യേകമായി ഈ പെന്നുവേൽ മീറ്റിലേക്ക് കടന്നു പോകുന്ന നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ കൂടെ ഇന്ന് ടി സി അച്ഛനുണ്ട്. ടി സി അച്ഛൻ ഇന്ന് അച്ഛൻ്റെ ഫീസ്റ്റ് ഡേ ആഘോഷിക്കണം. വിശുദ്ധ മത്തായിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അച്ഛനെയും പ്രത്യേകമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഭക്തിയോടെ വിശുദ്ധിയോടെ നമുക്ക് ഈ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ഒരു വലിയ ഒരു പരാജയം അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത് അവരോടൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചെയ്യും. നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, ഒരാൾ പറയുകയാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളത്താണെങ്കിൽ കന്യാകുമാരി നോട്ടം പിടിച്ചാണെങ്കിൽ പോലും അവിടെ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോകും. നമ്മുടെ ഒരു പ്രത്യേക ചെയ്യരുത് എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാനായിട്ടുള്ളൊരു വലിയ തീക്ഷ്ണതയും തീവ്രതയൊക്കെ നമുക്കുണ്ട്. നമ്മുടെ ഒരു ശരീരഘടനയുടെ ഭാഗമാണ്. ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ച കാര്യം, ഈ പഴം മാത്രം പറിച്ച് തിന്നരുതെന്ന് പറഞ്ഞ് അത് മാത്രം പറിച്ച് തിന്നു. അതിൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ ദൈവം നമുക്ക് തന്നേക്കുന്ന അത് നമ്മുടെ ഒരു ബലഹീനതയാണെങ്കിൽ ദൈവം നമുക്ക് തന്നേക്കുന്ന ഒരു വലിയ ഒരു കൃപ എന്ന് പറയുന്നത് അതിനെ അതിജീവിക്കാനായിട്ടുള്ള കഴിവാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നു പോയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ശരീരഘടനയുടെ ഭാഗം. അതിനെ അതിജീവിക്കാനായിട്ടാണ് എപ്പോഴും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഓർത്ത്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് അനുതാപത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഏറ്റവും യോഗ്യതയോടെ ഈ ബലി അർപ്പിക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നീർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവായേശുവേ അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിൽ ദിവ്യകൽപ്പനകളെല്ലാം അങ്ങ് സ്ഥാപിച്ചുവല്ലോ. അങ്ങേ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന.
ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദരിദ്രരെ ചവിട്ടി മെതിക്കുകയും പാവപ്പെട്ടവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുവിൻ. ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസി കഴിയുന്നതെപ്പോൾ, ഗോതമ്പ് വിൽക്കേണ്ടതിനും ഏഫ ചെറുതാക്കുന്നതിനും ഷെക്കേൽ വലുതാക്കുന്നതിനും കള്ളത്തുലാസുകൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്രരെ വെള്ളിക്കും നിരാലംബരെ ഒരു ജോഡി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിനും പതിര് വിറ്റഴിക്കേണ്ടതിനും സാപത്ത് കഴിയുന്നതെപ്പോൾ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. യാക്കോബിൻ്റെ അഭിമാനമാണേ, കർത്താവ് ശപഥം ചെയ്യുന്നു, അവരുടെ പ്രവൃത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ അവിടുന്ന് അഗതിയെ ഉദ്ധരിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് അഗതിയെ ഉദ്ധരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ അവിടുന്ന് അഗതിയെ ഉദ്ധരിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് അഗതിയെ ഉദ്ധരിക്കുന്നു. കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിന് മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ അവിടുന്ന് അഗതിയെ ഉദ്ധരിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് അഗതിയെ ഉദ്ധരിക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ അവിടുന്ന് അഗതിയെ ഉദ്ധരിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് അഗതിയെ ഉദ്ധരിക്കുന്നു. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്. വാത്സല്യമുള്ളവനെ, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യവുമത്രേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. അതിൻ്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതീയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു. ഞാൻ വ്യാജമല്ല, സത്യമാണ് പറയുന്നത്. അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു ധനവാന് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ച് ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാനിനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനിൽ നിന്നും കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്തു കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണമെടുത്ത് 80 കോർ എന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവിടുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നോക്കിയിരിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കരിസോനേറെ അഭിമാനമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ ശനിയാഴ്ചയും മൺഡേ പ്രോഗ്രാമുണ്ട്, എല്ലാ മാസവും ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. നാളുകളായിട്ട് ഓൺലൈനിലൂടെ കരിസോനിലെ ശുശ്രൂഷകൾ സ്വീകരിക്കുകയും അതിൽ നിന്നും ഫലമെടുക്കുകയും അതുപോലെ തന്നെ പല രീതിയിൽ നിങ്ങൾ കരിസോനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങളുമാണ്. അങ്ങനെയുള്ള ഏതാനും കുടുംബങ്ങൾ, വ്യക്തികൾ ഒരുമിച്ച് കൂടുന്നത് എപ്പോഴും നമുക്ക് വലിയൊരു ശക്തിയാണ്. കരിസോനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്. പക്ഷേ കൂട്ടായ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ സൽഫലങ്ങളുണ്ടാകണം. വേണം ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ബോസ്റ്റ് ചെയ്ത് ഈ ദിവസം പറയാം. ഇവിടെ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ, മറ്റു പലരും കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ബോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണേൽ ഞങ്ങളെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് പോകാം. പക്ഷേ വണ്ടർഫുൾ ആവട്ടോ, നിങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ വണ്ടർഫുൾ കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ബോസ്റ്റിങ്ങും നിങ്ങൾ കുറേ ബൂസ്റ്റിങ്ങും നടത്തി അതിൻ്റെ കുളിരിൽ നമുക്ക് വേണമെങ്കിൽ ഈ കൂട്ടായ്മ തീർത്തു പോകാം. അതിനേക്കാൾ വിശിഷ്ടമായ കാര്യങ്ങൾ ഇതിൽ നിന്നും ഉരുത്തിരിയണം എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇന്നലെ ദീപികയിൽ വന്ന ഒരു കാര്യം, ലയോ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ ലീഡർഷിപ്പ് മാർപ്പാപ്പായായിട്ട് ചുമതലയേറ്റപ്പോൾ മുതൽ എൻ്റെ ശ്രദ്ധ ആഗോള തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഞാൻ ശ്രദ്ധിച്ചത് കർത്താവിൻ്റെ വചനം, അതുപോലെ സുവിശേഷം, അത് എത്തിക്കാവുന്നിടത്തോളം എല്ലാവരിലേക്കും എത്തിക്കണം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ കടമ എന്ന് അദ്ദേഹം അടിവരയിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെക്കാളൊക്കെ ഒരുപാട് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. 1 കൊറിന്തോസ് 9:16 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഞാൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അഹങ്കരിക്കാൻ വകയില്ല. ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ അതിൻ്റെ കടമയാണ്, അഹങ്കരിക്കാൻ എനിക്ക് വകയില്ല. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് എളിമയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുക. നമുക്ക് പരസ്പരം
പ്രശംസിക്കാനും നന്ദി പറയാനും അങ്ങനെയുള്ളതൊക്കെ സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. ഒരു കുഴപ്പമില്ല. യേശു സ്നാപക യോഹന്നാനെ പ്രശംസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്നാപക യോഹന്നാൻ യേശുവിനെ പ്രസംഗിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു അഹങ്കാരത്തിൻ്റെ തലത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അത്ര ശ്രദ്ധയോടെ ആത്മീയത കാത്തു സൂക്ഷിച്ച് അവർ മുമ്പോട്ട് പോയതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈബിൾ വായിച്ചാൽ മതി. ബൈബിൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് കറതീർന്ന ശുശ്രൂഷ, ഇനിയും നമുക്ക് ആത്മാക്കളെ നേടാൻ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർപ്പാപ്പ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൈമറി ഡ്യൂട്ടി അതാണ്. നമ്മൾ തിരുവിച്ച അവിടെ ഇസ്രായേൽക്കാർ നടത്തുന്ന യുദ്ധം നിർത്താൻ പറ്റുമോ? നമ്മൾ തിരുവിച്ചാൽ പാവപ്പെട്ട എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഭവനരഹിതരായിട്ടുള്ള എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റുമോ? പറ്റുമെന്ന് വരത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചെയ്യുമ്പോൾ പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ, നിയോഗശുദ്ധി, അതൊരിക്കലും നമ്മൾ മറക്കരുത്. മിണ്ടുന്നതാണേലും മിണ്ടാതിരിക്കുന്നതാണേലും അതിനൊരു നിയോഗശുദ്ധി ഉണ്ടാകണം. നമ്മൾ റെസ്റ്റ് എടുക്കുന്നതാണേലും അധ്വാനിക്കുന്നതാണേലും അതിനൊരു നിയോഗശുദ്ധി ഉണ്ടാകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിനി ചെയ്ത കാര്യങ്ങളൊക്കെ അഭിമാനത്തോടെ നമുക്ക് ഓർക്കാം. പക്ഷെ ഇനിയും ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ, അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ നമ്മുടെ ഹൃദയത്തിലെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. നമുക്കിതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അനുഭവിച്ച വ്യക്തികളെ ആരും പുറകിൽ നിന്ന് ഉന്തി വിടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവർ ഇറങ്ങിത്തിരിക്കും. അവരെക്കൊണ്ട് ചെയ്യാവുന്ന സുവിശേഷ വേല ചെയ്യാനായിട്ട് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കും. ഇന്ന് ഒരുപാട് വ്യക്തികൾ വിശിഷ്ടമായ ശുശ്രൂഷകൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈ ദൈവാനുഭവം. അപ്പസ്തോല പ്രവർത്തനം 13:13 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ വചനം വായിച്ചു കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ആർക്കെങ്കിലും ഇത് വ്യാഖ്യാനിക്കാൻ താല്പര്യമുണ്ടോ? ഉടനെ ഒരു കൈ പൊങ്ങി. ആരുടെ കൈയായിരുന്നു? പൗലോസ്ലിയയുടെ. എന്തുകൊണ്ടാണ് പൗലോസ്ലിയ എവിടെയെങ്കിലും പോയി തിയോളജി പഠിച്ചതിൻ്റെ പേരിലാണോ? ഒന്നുമല്ല. അദ്ദേഹത്തിനുണ്ടായ വ്യക്തിപരമായ അനുഭവം, അദ്ദേഹത്തിനുണ്ടായ വ്യക്തിപരമായിട്ടുള്ള ബോധ്യങ്ങൾ, ഇനി അതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വ്യാഖ്യാനിക്കണം. ഇങ്ങനെ ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, അതിന് ആവശ്യമായിട്ടുള്ള ഒരു അഭിഷേകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരും നമ്മുടെ പുറകെ നടന്ന് പറയേണ്ട കാര്യമില്ല. സുവിശേഷ വേല ചെയ്യാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തും. അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് അറിയാലോ, മത്തായി 7:7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുക ലഭിക്കും, അന്വേഷിക്കുക കണ്ടെത്തും, മുട്ടുക നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ ആഗ്രഹിച്ച പോരാ, നമ്മൾ സുവിശേഷ വേല ചെയ്യാനുള്ള വഴികൾ അന്വേഷിക്കണം. അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ പറ്റും. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് കർത്താവ് ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒക്കെ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. മകളെ, നിനക്ക് മിഷണറിമാരെക്കാൾ വലിയ സുവിശേഷ വേല ചെയ്യാൻ പറ്റും. നിനക്ക് മിഷണറിമാരെക്കാൾ ആത്മാക്കളെ നേടാൻ പറ്റും. ക്രിസ്ത്യാനികളായി നമ്മൾ ചങ്കോട് ചേർത്ത് പിടിക്കേണ്ട ഒരു വലിയ സന്ദേശമാണ്. നമ്മളെപ്പോഴും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം. എൻ്റെ ആത്മരക്ഷ ആത്മാക്കളുടെ രക്ഷ, എൻ്റെ ആത്മരക്ഷ ആത്മാക്കളുടെ രക്ഷ. ചില വിശുദ്ധരൊക്കെ വിളിച്ചു പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞാൽ അവരൊക്കെ ആത്മീയതയിൽ എവിടെ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില വിശുദ്ധർ സൂചിപ്പിച്ചൊരു കാര്യം, ഒരാത്മാവിനെ നേടാൻ വേണ്ടി കല്ലും മണ്ണും ഞാൻ തിന്നണോ? തിന്നാം. അപ്പോൾ നോക്കിയേ, ഈ ഒരു കാര്യത്തിൻ്റെ വില അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ പറഞ്ഞ് കല്ലും മണ്ണും. നമ്മളൊക്കെ ചിലപ്പോൾ വീട്ടിൽ ചോറിനുന്ന സമയത്ത് ആ ചോറിനകത്ത് എങ്ങാനും ഒരു കല്ല് ആരുടെയും കണ്ണിപ്പെടാതെ കിടന്നെങ്കിൽ ചിലപ്പോൾ അത് മതി അവിടെ ഒരു വലിയ പ്രപഞ്ചം ഉണ്ടാകാൻ. ഇവിടെ വിശുദ്ധൻ വിളിച്ചു പറയാണ്, ഞാൻ ഒരു ആത്മാവിനെ നേടാൻ വേണ്ടി കല്ല് തിന്നണോ? കല്ല് തിന്നാം. മണ്ണ് തിന്നണോ? മണ്ണ് തിന്നാം. അവരൊക്കെ ആ ഒരു ദൈവാനുഭവം ബോധ്യങ്ങളുമാണ് അതിലൂടെ അവിടെ പ്രകടമാകുക. ഇനി ഫൗസ്റ്റീനായിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ്, നിൻ്റെ സഹനങ്ങൾ കാഴ്ചവെച്ചാൽ നിനക്ക് ഒരുപാട് ആത്മാക്കളെ നേടാൻ പറ്റും. നിൻ്റെ സഹനങ്ങൾ കാഴ്ചവെച്ചാൽ. ഒരു സ്ത്രീ പറഞ്ഞാണ്, അവർക്കൊരു ബ്രെയിൻ ട്യൂമർ പോലെ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തു. അതിൻ്റെ ആ ഭാഗം ഇച്ചിരി കുഴിഞ്ഞൊക്കെ ആയിരിക്കണേ. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം,
കുറേ വേദന ഞാൻ തിന്നു. ഇതിൻ്റെ പേര് കുറേ പണം ചിലവാക്കേണ്ടി വന്നു, സർജറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അതൊരു നഷ്ടമായിരുന്നില്ല എന്ന് ഇന്നെനിക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു രോഗത്തോടെ അതിലൂടെ എനിക്ക് കിട്ടിയൊരു നേട്ടം, ഇന്നെനിക്ക് ഈശോയുമായി വ്യക്തിബന്ധം. ഈശോയോട് ചോദിക്കാതെ ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. ഈശോയുമായി ആലോചന ചെയ്യാതെ ഒരു തീരുമാനവും ഞാൻ എടുക്കത്തില്ല. എന്നൊക്കെ അങ്ങനെ ഒരു രോഗാവസ്ഥയും അതിൻ്റേതായിട്ടുള്ള വേദനകളും നഷ്ടങ്ങളൊക്കെ വന്നെങ്കിൽ പോലും മറുവശത്തുണ്ടായ നേട്ടം, ഇതുപോലെ നമ്മൾ സഹനത്തെ കാണുകയാണെങ്കിൽ ഒരുപാട് ആത്മാക്കളെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് പരാതി പരിഭവങ്ങളൊക്കെ വിട്ടു നിൽക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാവുകയും ചെയ്യും. സഹനങ്ങൾ കാഴ്ചവെക്കുന്ന, അതുപോലെ തന്നെ നിൻ്റെ പ്രാർത്ഥനയിലൂടെ ഒത്തിരി ആത്മാക്കളെ നിനക്ക് നേടാൻ പറ്റും എന്നുള്ളത് കർത്താവ് പഠിപ്പിച്ച കാര്യം. ഇന്നത്തെ 2ാം വായനയിൽ നമ്മൾ കേട്ട എന്താ? നമ്മുടെയൊക്കെ കരങ്ങൾ പ്രാർത്ഥനയിൽ ഉയരണം. ഏറ്റവും വലിയ സുവിശേഷ വേലയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ നമ്മുടെ കരങ്ങൾ ഉയരുന്നത്. എല്ലാവർക്കും ഈ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. പക്ഷേ എന്നാന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ കളർഫുള്ളാണ്. കുത്തിയിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അത്രയും കളർഫുള്ളായിട്ട് നമുക്ക് തോന്നണമെന്നില്ല. ആരും നമ്മുടെ പുറകെ വന്ന് നല്ല വാക്കൊന്നും പറയണമെന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പേര് എപ്പോഴും നമ്മുടെ ആ ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ് നമുക്ക് ഈ കളർഫുള്ളായതിൻ്റെ പുറകെ ഓടുക എന്നുള്ളത്. പക്ഷെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം, അതിനേക്കാൾ നിനക്ക് ആത്മാക്കളെ നേടാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. ഒരുപാട് ആൾക്കാരെ കൂട്ടി വേണമെങ്കിൽ ശുശ്രൂഷകൾ നയിച്ചുകൊണ്ടിരുന്ന ആ മിഷണറിമാരെക്കാളും നിനക്ക് ആത്മാക്കളെ നേടാൻ പറ്റും. എങ്ങനെയാണെന്ന് കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. എപ്പോഴും നമുക്ക് ഈ നിയോഗശുദ്ധിയോടുകൂടി കർത്താവ് ആവശ്യപ്പെടുന്ന ആ ഒരു ജോലി കർത്താവ് ആവശ്യപ്പെടുന്ന സമയത്ത് കർത്താവ് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോസ്തല പ്രവർത്തനം 16 അതിൻ്റെ 6 മുതൽ 10 വരെ എന്ന് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് പൗലോസിൻ്റെതായ കുറേ പ്ലാനും പദ്ധതി ഉണ്ടായിരുന്നു. ഏഷ്യായിക്ക് പോകണം, പ്രീജിയായിക്ക് പോകണം, പാംഫീലിയായിക്ക് പോകണം. പക്ഷെ അവിടെയൊന്നും ഗ്രീൻ സിഗ്നൽ കിട്ടിയില്ല. അത് കിട്ടിയപ്പോൾ ഏതായാലും ഞാൻ ടിക്കറ്റ് എടുത്തതല്ലേ, അങ്ങോട്ട് പോയിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് പോകുന്നുണ്ടോ? ഇല്ല. അത് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ഗ്രീൻ സിഗ്നൽ ഇല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അവസാനം ഈ കുറച്ച് ആൾക്കാർ അവനെ വിളിക്കുന്നതായിട്ട് അവൻ സ്വപ്നം കാണുക, കപ്പഡോജിയയിലേക്ക് പോകാനായിട്ട് സ്വപ്നം കാണുക. അതിന് തടസ്സങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ട് അവിടെ പോയിട്ട് അവന് വിശിഷ്ടമായി ശുശ്രൂഷ ചെയ്യുന്നത് കാണാൻ പറ്റും. നമുക്കിഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ഒരു ശുശ്രൂഷ ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യുന്നതിനേക്കാൾ ദൈവം നമ്മെ അയക്കുന്നിടത്തേക്ക് പോകണം. അവിടെ നമുക്ക് കർത്താവ് പറയുന്ന ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കണം. ഇതിനെപ്പോഴും നമ്മൾ മുൻതൂക്കം കൊടുക്കണം. ഇനി അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും നമ്മൾ വളച്ചൊടിക്കും, നമ്മൾ തിരുത്താൻ നോക്കും, അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ നോക്കും. ഇതെല്ലാം നമ്മുടെ സാമർഥ്യം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അതല്ല വേണ്ടത്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ദൈവം ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫലമണിയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിസ്മയകരമായിരിക്കും. നമുക്ക് വളരെ വിശിഷ്ടമായ ശുശ്രൂഷ ചെയ്യാൻ പറ്റും എന്നുള്ളത് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി 9:38 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, വിളവധികം വേലക്കാരോ ചുരുക്കം. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയൊരു സുവിശേഷ വേലയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനാ ജീവിതം അത് നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. വിശുദ്ധ വിൻസെൻ്റ് ഫെറർ നല്ലൊരു പ്രാസംഗികനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിക്കുന്നത് കേട്ട് ഒരു എലീറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു മനുഷ്യനാണ്, നല്ല വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം സൂപ്പർ പ്രസംഗമായിരുന്നു കേട്ടോ, എന്നെ ശരിക്കും സ്പർശിച്ചു. ഇതേ വിഷയത്തെക്കുറിച്ച് അച്ഛൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വേറൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്ന, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അത് കേട്ടതാണ്. അന്ന് അത്രയ്ക്ക് ഏറ്റില്ല കേട്ടോ, അന്നത്തെ പ്രസംഗം ചീറ്റിപ്പോയി. ഇന്നത്തെ പ്രസംഗം സൂപ്പർ പ്രസംഗമായിരുന്നു. മറുപടിയായിട്ട് വിൻസെൻ്റ് ഫെറർ പറഞ്ഞെന്താണെന്നറിയോ? അന്നേ എനിക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് അന്ന് പ്രസംഗിച്ചത് വിൻസെൻ്റ് ഫെററാണ്. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞാൻ പ്രസംഗിക്കാൻ വന്നത്. ഇന്ന് പ്രസംഗിച്ചത് വിൻസെൻ്റ് ഫെററിലൂടെ കർത്താവാണ്.
അതാണ് ആ വ്യത്യാസം. ഇത് വിൻസെൻ്റ് ഫെറർ ഒരാളുടെ കാര്യത്തിൽ മാത്രമാണോ പ്രസക്തിയുള്ളത്? നമ്മളെല്ലാവരുടെയും കാര്യത്തിൽ ഇവിടെ ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തോടു കൂടി അത് ചെയ്യുമ്പോൾ എത്ര ചെറിയ കാര്യമാണേലും അത് ഫലമണിയുന്നത് വലിയ രീതിയിലായിരിക്കും. ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മുമ്പോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. കൂടുതൽ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അതനുസരിച്ച് നമ്മൾ എളിമയിൽ വളർന്നുകൊണ്ടിരിക്കണം. അതാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുക. ഇതിനാവശ്യമായൊരു കാര്യം മദർ തെരേസ പഠിപ്പിക്കുന്നുണ്ട്. നിനക്ക് എളിമയിൽ വളരണമെന്നുണ്ടോ, അഹങ്കാരം നിന്നെ പിടികൂടാതിരിക്കണമെന്നുണ്ടോ, 2 കാര്യങ്ങൾ നീ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന്, അപമാനം അനർഹമായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അത് പരാതി കൂടാതെ എടുക്കണം. ഇന്ന് അർഹമായ ഒരു അപമാനം വരുമ്പോൾ തന്നെ എടുക്കാൻ പാടാം. അപ്പോൾ പിന്നെ അനർഹമായതോ? അങ്ങനെ ഒരു കാര്യം വന്നാലും അത് നീ പരാതി കൂടാതെ എടുക്കുന്നെങ്കിൽ നിനക്ക് ഒരുപാട് വളരാൻ സാധിക്കും എന്നുള്ളത് ഈ വിശുദ്ധ പഠിപ്പിച്ചൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നീ നിന്നെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മിനിമം പറയുക. എളിമയിൽ വളരാൻ താല്പര്യപ്പെടുന്നവർക്ക് മദർ തെരേസ നൽകിയ ഒരു ഉപദേശമാണ് നിന്നെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മിനിമം. അപമാനം അനർഹമായിട്ട് വരുമ്പോഴും അത് പരാതി കൂടാതെ സ്വീകരിക്കുക. ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾ നമ്മൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജനുവിൻ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ദൈവത്തെ സമ്പത്തായിട്ട് നമ്മൾ കാണണം. സമ്പത്തിനെ ഒരിക്കലും ദൈവമായിട്ട് കാണാൻ പാടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകാവുന്ന അപകടങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം ദൈവവചനത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ചും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം നടത്താവുന്നിടത്തോളം പ്രാർത്ഥനകൾ നടത്തി നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നവരായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു തെളിച്ചമുണ്ടാകും. ഒരുപാട് ആത്മാക്കളെ നേടാൻ നമുക്ക് പറ്റും. അതിന് നമ്മൾ കല്ലും മണ്ണും തിന്നാൻ പോകണ്ട. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഡീസൻ്റായിട്ട് നമുക്ക് ജീവിച്ച് ഒരുപാട് ആത്മാക്കളെ നേടിയെടുക്കാൻ പറ്റും. അതിനു വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൗത്യം വ്യക്തിപരമായിട്ടും നമ്മളൊരു കൂട്ടായ്മയായിട്ടും നടത്തി മുമ്പോട്ട് പോകുവാൻ വേണ്ട അഭിഷേകം ആഗ്രഹിച്ച് ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് വിശ്വാസികളുടെ കൂട്ടായ്മയായ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സമയമാണ്. വളരെ പ്രത്യേകമായ തിരുസഭയെ നയിക്കുന്ന ലിയോ 14 മാർപ്പാപ്പയെയും രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനെയും ജസ്റ്റിൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നേതാക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ് ദൈവജനത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നയിക്കുവാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകവും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും നമ്മളെ ഓരോ രീതിയിലും സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ആ ഒരു വലിയ പരിപാലന ഇന്ന് നമ്മൾ അനുഭവിക്കുന്നവരിലൂടെയാണ്. അവരുടെ ജീവിതത്തിൽ ആവശ്യമായ കൃപാവരങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് ശാരീരികവും മാനസികവുമായി
ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിക്കാം. ജീവിതത്തിൽ ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ പോലും ഒത്തിരിയേറെ പ്രയാസപ്പെടുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും വൈദികരെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒക്ടോബർ 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ ഈ ആലയത്തിൽ നടക്കുന്ന വാർഷിക ബൈബിൾ കൺവെൻഷനെയും നാളെ മുതൽ ഈ ആലയത്തിൽ ആരംഭിക്കുന്ന വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനത്തെയും എല്ലാം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂട്ടായ്മയിൽ അണഞ്ഞിരിക്കുന്ന എല്ലാവരും, ഇവിടെ ആയിരിക്കുന്നവരും ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരാൻ പറ്റാതെ പോയ ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളുമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കുകയും നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. ശാന്തമായിട്ടിരുന്ന് കാഴ്ചവെപ്പ് ഗാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. കൈക്കൊമ്പിളിൽ കാഴ്ചയുമായി ബലിവേദിയിൽ നിന്നിടുമീ തിരുയാഗമർപ്പിക്കും അൾത്താരയിൽ തിരുവോസ്തിരൂപനം എൻ ദൈവമേ, കാഴ്ചകൾ സ്വീകരിക്കൂ. നൽകാഴ്ചയായി എൻ ജീവിതം സമ്പൂർണമായി നൽകുന്നിതാ. 5 അപ്പം 5000 നൽകിയ നാഥ, കുരിശോടു ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥ, സ്വീകരിക്കൂ ഈ ജീവിതം. നിൻ ദിവ്യദാനങ്ങൾ നീ നിറയ്ക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭാ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ ദയാപൂർവം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ ഭക്തിയിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് സ്വർഗീയ രഹസ്യങ്ങളാൽ ഇവർ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവായിരിക്കുന്നത് പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങേ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധരുടെ ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസ്സരം നിരന്തരം അങ്ങേ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും എല്ലാം സമർപ്പിച്ച് ഏറ്റവും ഭക്തിയോടെ ഈ വിശുദ്ധ തിരുകർമ്മത്തിൽ നമുക്ക് പങ്കെടുക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ സന്തോഷത്തോടെ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. പരിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. ഏറ്റവും പുറകിൽ നിന്നും 2 വരികളായി മുമ്പിലേക്ക് വന്ന്
വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇരുവശങ്ങളിലൂടെ നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിലേക്ക് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പുറകിൽ നിന്നും മുമ്പിലേക്ക് 2 വരികളായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് വരിക. ക്രൂശാകും മീശയിൽ സ്നേഹക്കാനാലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്ത പമിതാ. ക്രൂശാകും മീശയിൽ സ്നേഹക്കാനാലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്ത പമിതാ. കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം, കാണുന്നു ഓസ്തിയിൽ നാഥന്റെ സ്നേഹം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. കന്യകമേരിയ മണ്ണിൽ തളിരിട്ട സ്വർഗീയ കതിരേ, കാൽവരിയോളം പൊടിഞ്ഞ് അപ്പമായി തീർന്നൊരു സുതനേ, സേറാപ്പുകളന്ന് യേശയ്യായി കേകിയ സ്വർഗീയ തീക്കനലല്ലോ. മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകളും ഇന്നാവിരിക്കും കുർബാന. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം. ഏതനും കാണാത്ത കനിയേ, മരുഭൂവിൽ പെയ്യാത്ത മന്നേ, കാൽവരിച്ചോട്ടിലമ്മ കൈക്കൊണ്ട സ്വർഗീയ സീറാവുകളന്ന് യേശയ്യായി കേകിയ സ്വർഗീയ തീക്കനലല്ലോ. മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകൾ ഇന്നാവിലെത്തും കുർബാന. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്ക് ഉദാസ്യാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്നവരെ നിരന്തര സഹായത്താൽ ഉദ്ധരിക്കണമേ. അങ്ങനെ ദിവ്യരഹസ്യങ്ങളാലും ജീവിത രീതികളാലും പരിത്രാണത്തിന് ഫലം ഞങ്ങൾ സംപ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ കാവൽക്കാരനായ വിശുദ്ധ ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സൗമ്യതയുടെ വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമണിമാലകളോരോ ദിനം ഉയരും നമ്മേ, നിറമങ്ങാത്തൊരു മണി പോലെന്നെ മാറ്റണമമ്മേ. ജപമണിമാലകളോരോ ദിനവും ഉയരും നമ്മേ, നിറമങ്ങാത്തൊരു മണി പോലെന്നെ മാറ്റണമമ്മേ. ഇന്നോളമില്ല നിന്നോളമരമ്മ, ഏറ്റുവാങ്ങി നീയെല്ലാം ചേർത്ത് വെച്ചൊരാകൃത്തിൽ ദിവ്യകാരുണ്യ സക്രാരിണി അമ്മേ. വചനം വഹിച്ചു വചനമായി നിൻ ജീവിതം, ദിവ്യകാരുണ്യ സക്രാരിണി അമ്മേ. വചനം വഹിച്ചു വചനമായി ജീവിതം.